സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ദുരന്തം നേരിടണം, അതിനെ അതിജീവിക്കണം. ഓരോ മലയാളിയും അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംവിധാനങ്ങൾ അതിനായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യേണ്ടുന്ന സമയമാണ്. അതിനുള്ള മനസ്സുള്ളവരാണ് മലയാളികൾ. പക്ഷേ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യേണ്ട, അതിൽ പലർക്കും ആശയക്കുഴപ്പങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസപരമായി ഉയർന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഒക്കെ ആ തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല, ചെയ്യരുത് എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. അതിൽ അധികൃതർ തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ദുരന്ത സ്ഥലത്തേക്കുള്ള സന്ദർശനം ഒഴിവാക്കുക. കാരണം അവിടെ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന ഒരു വാക്ക് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട് പലയിടങ്ങളിലും. അങ്ങനെ കാഴ്ചക്കാരായി നമ്മൾ ഒരു ദുരന്ത സ്ഥലത്തേക്ക് ചെന്നാൽ അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്ന അഭ്യർത്ഥനയാണ് ഏറ്റവും ആദ്യം നമ്മുടെ അധികാരികൾ നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഒരിക്കലും അവിടെ കാഴ്ചക്കാരായി പോകരുത്. അതിൽ നേരിട്ട് ഇടപെടേണ്ടവർ മാത്രം, ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ മാത്രം അവിടെ കേന്ദ്രീകരിക്കുക എന്ന നിർദ്ദേശം, അത് പാലിക്കുക എന്നതാണ് നമുക്ക് പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ ദുരന്തത്തിൽപ്പെട്ടവരെ, അവരുടെ സ്വകാര്യതയെ ഒരു തരത്തിലും ചിത്രീകരിക്കാനോ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുക എന്നതാണ്. ക്യാമ്പുകളിൽ പോലും നമ്മൾ അത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി അക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ചെല്ലുക, അവരുടെ വേദനയിൽ നമ്മൾ ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെല്ലുന്നതൊക്കെ ആയിരിക്കാം എങ്കിൽ പോലും അവിടെ സന്ദർശനങ്ങൾ ഒഴിവാക്കുക, അവരുടെ ഫോട്ടോയോ വീഡിയോകളോ ചിത്രീകരിക്കാതിരിക്കുക, അതൊരു തരത്തിലും പ്രചരിപ്പിക്കാതിരിക്കുക എന്ന നിർദ്ദേശം നൽകുന്നു. അത് പാലിക്കുക. മറ്റൊന്ന്, അവർക്ക് വേണ്ടി സഹായിക്കാൻ എന്ന നിലയിൽ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന പല കേന്ദ്രങ്ങളും ഉണ്ട്. പല കേന്ദ്രങ്ങളും അത്തരം സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് അവരുടെ പ്രയോറിറ്റികൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് കൃത്യമായി അറിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് എന്താണോ അത് അവിടെ എത്തിക്കുക എന്നതാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ശേഖരണങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത്തരം സാധനങ്ങളുടെ ശേഖരണം ആവശ്യമില്ല എന്ന് അധികൃതർ പറയുന്നു. അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സംവിധാനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതിന് സഹായം ചെയ്യുക എന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ തൽക്കാലം അത്തരത്തിലുള്ള പിരിവുകളോ സാധനങ്ങളുടെ ശേഖരണമോ ആവശ്യമില്ല എന്ന കാര്യം അവർ പറയുന്നു. അപ്പോൾ അത് ചെയ്യരുതാത്തതാണ് ആ കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം അത് വളരെ ശ്രദ്ധിച്ചു വേണമെന്നുള്ളതാണ്. നമ്മൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക, ആളുകളെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായോ അല്ലാതെയോ ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള തെറ്റായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യരുതാത്ത മറ്റൊരു കാര്യം. അപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. നമ്മൾ വലിയ ദുരന്തത്തെ മുന്നിൽ കാണുകയാണ്. ആ ദുരന്തത്തിൽ എങ്ങനെയെങ്കിലും ഒരു സഹായഹസ്തം നീട്ടണം എന്നത് ഓരോരുത്തരുടെയും ആഗ്രഹവും ആവശ്യവുമായി വരുന്ന ഘട്ടത്തിൽ എങ്ങനെ നമുക്ക് അതിൽ ഭാഗഭാക്കാകാം. അവിടെ സഹായം ആ ജനങ്ങൾക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ അതിജീവനമാണ് ഏറ്റവും പ്രധാനം. ഇനി അവരുടെ ആ ഭൂമിയിലേക്ക് അവർക്കൊരു തിരിച്ചുപോക്ക് പോലും ഉണ്ടാകില്ല എന്ന് കരുതുമ്പോൾ അത് വലിയ ചെലവേറിയ ഒരു കർത്തവ്യവും കൂടി ആവുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യാൻ കഴിയുക? അത് സർക്കാരാണ് ചെയ്യുക. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും അതിന് വേണ്ടുന്ന എല്ലാ ചെലവുകളും നടത്തുക. ഇപ്പോൾ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ചെലവുകളും മീറ്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ അവിടേക്ക് സംഭാവനകൾ നൽകുക എന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ അതിനെതിരെയും പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും ചെയ്യരുതാത്തതാണ്. അതിനെതിരെ കേസുകൾ പോലും എടുക്കുന്ന സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചുള്ള ഈ വ്യാജ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക. ഇത് എല്ലാ തരത്തിലും സുരക്ഷിതമാണ്. ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യുമോ എന്ന ആശങ്ക ആരെയും സംബന്ധിച്ച് ഉണ്ടാകേണ്ടുന്ന കാര്യവുമില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള കളക്ഷൻസ് ഇതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ളവരാണ് എന്ന് കരുതുക. അത് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശേഖരിച്ച സാധനങ്ങൾ എന്ത് ചെയ്യണം എന്നത് അധികൃതരുമായി ആലോചിച്ച്
അതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നതാണ് ഇതിനോടകം ഏതെങ്കിലും തരത്തിൽ സഹായം അവിടെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചവരോട് പറയാനുള്ളത്. അപ്പോൾ അവർ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് വേണം ആ കാര്യങ്ങളിൽ ഇനി എന്ത് ചെയ്യണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോഴും ഓർക്കുക, ഒരിക്കലും പഴകിയതോ കീറിയതോ ഉപയോഗിക്കാൻ കഴിയാത്തതോ ആയ ഒരു സാധനങ്ങളും അവിടേക്ക് അയച്ച് അവരെ കൂടുതൽ ദുരിതത്തിലോ ബുദ്ധിമുട്ടിലോ ആക്കരുത്, അധികൃതരെയും ബുദ്ധിമുട്ടിലാക്കരുത് എന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. നമുക്ക് മറ്റൊരു കാര്യം ഏറ്റവും ആദ്യം ചെയ്യാൻ കഴിയുന്നത് അധികൃതർ അതാത് സമയങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും എന്താണോ അനുയോജ്യം ആ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം എന്നതാണ്. ഒരിക്കലും അവിടെ അനാവശ്യമായ സന്ദർശനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനോ ശ്രമിക്കാതെ വേണം നമ്മൾ എല്ലായ്പ്പോഴും ഈ സംവിധാനത്തിനൊപ്പം നിൽക്കാൻ. മാത്രവുമല്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമുക്കൊപ്പമുള്ളവരെ ബോധവൽക്കരിക്കുക. ഇപ്പോൾ വ്യാജ പ്രചരണങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാവുന്ന സത്യങ്ങൾ നമുക്കുള്ള അടുപ്പമുള്ളവരോട് പറയുക, അവരെ ബോധവൽക്കരിക്കുക. ഈ ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടെ പണം നൽകുന്നതിന് അവരെ ബോധവാന്മാരാക്കുക എന്നൊരു കാര്യം ചെയ്യാം. ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എല്ലാം സത്യമാണ് എന്ന് കരുതി അതിലേക്ക് വീഴാതിരിക്കുക. നമ്മൾ പലകുറി ചിന്തിക്കുക, അറിയാവുന്നവരോട് ചോദിക്കുക. അതിൽ വരുന്നതൊക്കെയും സത്യമാണ് എന്ന് കണ്ട് ഏതെങ്കിലും ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാകാതിരിക്കുക. ഏറ്റവും ആധികാരികമായ സോഴ്സുകൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് ഒരു ദുരന്ത സമയത്ത് നമുക്ക് ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. നമ്മളുടെ സംവിധാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ പോലും അവിടെ ചെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം.